കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. പാലഭിഷേകവും അതേപോലെ നവകാഭിഷേകവും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വളരെ സന്തോഷവാനായിരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ നമുക്കത് കാണാൻ പോണ്ടേ. ഭഗവാന്റെ ഏകാദശി ചടങ്ങുകളും അതുപോലെ ഗാനാർച്ചനയൊക്കെ ഇങ്ങനെ കേൾക്കാം, കാണാം. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് വലം വെച്ച് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തി. ഗണേശനെ ഒന്ന് കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരമൊക്കെ അലങ്കരിച്ച് കാണാം. അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വലിയ ബലിക്കല്ല്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ, അതിന് നടുക്ക് മഹാലക്ഷ്മി ദേവി. അതൊക്കെ കണ്ട് തൊഴുത് ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുക. അപ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ വീടും കെടാവിളക്കും കാണാം. അതേപോലെ വലത്തെ സൈഡിൽ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആകെ പ്രകാശം ഇങ്ങനെ കാണാം. അങ്ങനെ ആ പ്രകാശം, അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ട് നെയ്ദീപം അങ്ങനെ കത്തുകയാണേ, അതാണ് കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകൾ കാണാണ്ട് കേട്ടോ. അതെങ്ങനെ വെച്ചാൽ ഇടത്തെ കാലിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്, വലത്തെ കാലൊന്നിങ്ങനെ കുന്തിച്ചിരിക്കണ പോലെ. ഇന്നലെ ഇപ്പോൾ ചെറിയ ഉണ്ണിയായിരുന്നു, 6-7 മാസം 8 മാസം വരെയുള്ള ഉണ്ണി കിടക്കുമായിരുന്നു. എന്ന് പെണീച്ചിരുന്നുള്ളൂ. അതാണ് അങ്ങനെ ഇരുന്നിട്ട് ആ വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അതാണ് ഇന്നത്തെ. അപ്പോൾ ആ കാലിങ്ങനെ ഇടത്തെ കാല് മടക്കി വെച്ച് വലത്തെ കാല് ഒന്നിങ്ങനെ കുന്തിച്ച് ഇരിക്കുന്ന ആ ഉണ്ണിയുടെ കയ്യിൽ വെണ്ണ ഉരുളി. ഏകദേശം 1.5 വയസ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ചെറിയ ഉണ്ണിയാണ്. അപ്പോൾ ആ കാഴ്ചയാണ്. അങ്ങനെ അരമണി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, കിങ്ങിണി. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട്, അതേപോലെ ഒരു മാങ്ങാമാല. പിന്നെ കാണാനുള്ളത് തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, പീലി ഇങ്ങനെ കളഭം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ തിരുമുടി മാലകളുണ്ട്, 2 തിരുമുടി മാലകളുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. വെളുത്ത പൂവിനാണ് കൂടുതൽ പ്രാധാന്യം. അതേപോലെ തന്നെ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല ഒരേപോലെ തന്നെ വെള്ളപ്പൂവ്, തെച്ചി, തുളസി ഒക്കെ ആയിട്ടുള്ള പോലെ 3 എണ്ണം കൂടിയ മാതിരിയുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഉണ്ണി ഇന്നലത്തെക്കാട്ടിലും കുറച്ച് വലുതായി എന്നർത്ഥം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുത് അലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊരു തിരക്കുണ്ട്, അധികം തിരക്കെന്ന് പറയാനില്ല. എന്നാലും അവിടെ അങ്ങനെ കയറിയിട്ട് നോക്കുമ്പോൾ കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ ചന്ദനം കൊണ്ട് അധികം ആയിട്ടില്ല കേട്ടോ, അലങ്കാരമൊക്കെ കുറച്ച് കുറവാണ്. അങ്ങനെ സ്വർണത്തിൻ്റെ കിരീടമാണ്. അതേപോലെ സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ, പ്രസാദം. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമൻ രൂപം, ഗജേന്ദ്രമോക്ഷമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണുക. അവിടെ നല്ല മാലകളുണ്ട്, നല്ല ചെണ്ടുമല്ലിമാല ഉണ്ട്, അതേപോലെ തിക്കായിട്ട് താമരമാല ഉണ്ട്. അവിടെ നിന്ന് ആ കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്
നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ആ മുകളിലുള്ള നരസിംഹസ്വാമിയുടെ ഉഗ്രരൂപത്തെ ഒന്ന് കണ്ടു തൊഴുത്, പിന്നെ ദശാവതാരത്തിലെ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ടു തൊഴുത് ശ്രീകൃഷ്ണനെ അടുത്ത് വരാം. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് നിന്ന് മാലയൊന്നും കാണാനില്ല. അതേപോലെ മുരുകൻ്റെ അടുത്ത് വരാം. അതും കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ മാലയൊന്നും ഇല്ല കേട്ടോ. ഒരു ശകരം പോലും കുങ്കുമം ഇല്ല എന്ന് പറഞ്ഞ മാതിരിയാണ്, തീരെ ഇല്ല. നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നീട് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളികമർദ്ദ രൂപവും വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. ഇപ്പോൾ വെളിച്ചത്തിൽ നല്ല പ്രകാശത്തിലിങ്ങനെ തിളങ്ങി നിൽക്കും, അതിങ്ങനെ കാണാം. പിന്നെ മണിക്കിണറും നത്താറയൊക്കെ കണ്ട് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. എന്നിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അവിടെ നിന്ന് രാവിലെയൊക്കെ ശുദ്ധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒന്നും ആർക്കും അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ മുഖമൊക്കെ ഇങ്ങനെ ചന്ദന ചാർത്തായിട്ടുണ്ട്, കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാഴ്ച. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ മമ്മിയൂരെ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും നമ്മുടെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ഉണ്ണീനെ കണ്ട് തൊഴുത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന ഇപ്പോൾ കിടാവൾക്ക് കാണാം. അവിടെയൊക്കെ എന്താ വെച്ചാൽ നിറയെ അവിലും ഇതൊക്കെ അങ്ങനെ മാറ്റി വെച്ചാൽ അപ്പോൾ അങ്ങോട്ട് കയറി പോകാനൊക്കെ ലേശം ബുദ്ധിമുട്ടാണ്. എന്നാലും അവിടെ നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നും മുഖത്തൊന്നും ആയിട്ടില്ല. കിരീടം വെച്ചിട്ടുണ്ട്, അതേപോലെ മാലകളുണ്ട്, സ്വർണ്ണമാല ഉണ്ട്, കഴുത്തിൽ കാതിൽ ഇങ്ങനെ ആ ഒരു എന്താ പറയുക ഗോപീതിലകം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാവ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കറുത്തമുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ആ കിരീടത്തിൻ്റെ ചുവട്ടിലൊരു ചുവന്ന പോലത്തെ പട്ടുണ്ട്, താഴെയുണ്ടൊരു ചുവന്ന പോലത്തെ പട്ട്. അങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ അവിടെ. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് നേരെ നമ്മൾ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളികമർദ്ദന രൂപിയെ കാണാൻ നടുക്ക്, അത് കണ്ട് തൊഴുത് നേരെ നാരായണാലയത്തിൽ പോയി പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നേരെ നമ്മൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം. അവിടെ ഒന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വരിക. അവിടെ വരുന്ന കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ. അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. നമുക്കിനി വൈകുന്നേരം ഒരു 4-4:30 ശേഷം ലൈവായിട്ട് വരാം. ഹരേ കൃഷ്ണ.